ഈ സ്തുതി ചൊല്ലുന്നവർക്ക്, ഇത് മനസ്സിൽ ധ്യാനിക്കുന്നവർക്ക് എല്ലാം തന്നെ തീർച്ചയായും മോക്ഷം ലഭിക്കും, മോക്ഷം ലഭിക്കും. എന്താണ് ഈ മോക്ഷം? മോഹസ്യ ക്ഷയം മോക്ഷം എന്നാണ് പറയുക. എല്ലാ മോഹങ്ങളിൽ നിന്ന് എപ്പോഴാണ് വിടുതൽ നേടുന്നത്? എപ്പോഴാണോ നമ്മുടെ മനസ്സ് അതിൽ നിന്നൊക്കെ ഡിറ്റാച്ച് അവസ്ഥയിലേക്ക്, അകലം പാലിക്കാൻ നമ്മുടെ മനസ്സ് എപ്പോഴാണോ തയ്യാറാകുന്നത്, ഒരുങ്ങുന്നത്, മെരുങ്ങുന്നത്, ആ സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനാവുകയുള്ളൂ. രാമായണം അതാണ് പഠിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ രാമായണം കേട്ടു. രാമായണത്തിൻ്റെ കഥ ഒരുപക്ഷെ കഴിഞ്ഞത് ഇന്നലെയോ അല്ലെങ്കിൽ മറ്റന്നാളോ വരാത്തവർക്കായിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ, രാമായണം എന്ന് പറയുന്നത് രാമൻ്റെ അയനമാണ്, രാമൻ്റെ ജീവിതമാകുന്ന യാത്രയാണ്. അത് ഒരുപാട് തരത്തിൽ രാമായണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ കൊച്ചു മലയാളത്തിൽ, ഏറ്റവും ചെറിയ ഒരു സംസ്ഥാനമായ നമ്മുടെ മലയാളത്തിൽ തന്നെ എത്രയോ രാമായണം. അതുപോലെ ഭാരതത്തിലാകമാനം രാമായണം, ലോകത്താകമാനം രാമായണം. അങ്ങനെയുള്ള ഈ രാമായണത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ വായിക്കുന്ന, പാരായണം ചെയ്യുന്ന രാമായണം എന്ന് പറയുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ, മലയാള ഭാഷാ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണം. ആ രാമായണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേരാണ് കഴിഞ്ഞ ദിവസം ചോദ്യമായി ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. അത് അധ്യാത്മരാമായണം എന്ന് പറയുമ്പോഴും അത് പൂർണ്ണമായി അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. കാരണം കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ, രാമായണ കഥ പൂർണ്ണമായി കിളിയെ കൊണ്ട് പറയിക്കുന്ന രീതിയിൽ, ശാരിക പൈതലേ ചാരുശീലേ വരിക ആരോമലേ കഥാശേഷം ചൊല്ലു എന്നിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ട് ആ ദുരന്ത പരിവസായിയായി മാറാവുന്ന ഒരു കഥ പറയുമ്പോൾ തീർച്ചയായും അത് തന്നെ കൂടി, തൻ്റെ ആത്മാവിനെ, തൻ്റെ ജീവനെ കൂടെ ബാധിക്കുമോ എന്നൊരാശങ്ക എഴുത്തുകാരന് ഉണ്ടാകുന്നത് കൊണ്ട് ഒരുപക്ഷെ അങ്ങനെ കിളിയെ കൊണ്ട് കഥ പറയുന്ന രീതിയിലാണ് ആവർത്തിച്ചത്. അതുതന്നെ അവിടെ ശരിക്കും എങ്ങനെയാണ് ഈ രാമൻ്റെ കഥ, രാമായണ കഥ എങ്ങനെയാണ് അത് വിവൃതമാക്കപ്പെടുന്നത്, അതെങ്ങനെയാണ് തുറന്നു പറയുന്നത്, അത് പറയുവാനായിട്ട് ആവശ്യപ്പെടുന്നതാവട്ടെ സാക്ഷാൽ ശ്രീ പാർവതിയാണ്. ശ്രീ പാർവതി ഇന്നലത്തെ ചോദ്യം അതായിരുന്നു. ആ ചോദ്യത്തിന് വളരെ കുറച്ച് ഉത്തരങ്ങളാണ് ലഭിച്ചത്. ശ്രീ പാർവതിയാണ് തൻ്റെ പതിയോട് ചോദിക്കുന്നത്. എന്തായിരുന്നു ആ ചോദ്യം? കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ, എന്നോട് ഇത്തിരിയെങ്കിലും കാരുണ്യമുണ്ടെങ്കിൽ രാമായണം കഥ പറയണം എന്നല്ല ശ്രീ പാർവതി ദേവി ചോദിച്ചത്. രാമന്റെ കഥ പറയണമെന്നുമല്ല പാർവതി ദേവി ചോദിച്ചത്. ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടണം എന്നാണ്. ശ്രീരാമൻ ഒരു തത്വമാണ്. നമ്മളൊക്കെ കാണുന്ന സങ്കല്പത്തിനപ്പുറത്ത്, കഥകൾക്കപ്പുറത്ത്, രാമായണ കഥാകാവ്യത്തിനൊക്കെ അപ്പുറത്ത് അതൊരു തത്വമാണ്. അതാണ് ശ്രീ പരമേശ്വരൻ തൻ്റെ സഹധർമ്മിണിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിലൂടെയാണ് കഥ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നലെ പറഞ്ഞ ഭാഗത്തു നിന്ന് ഉള്ളൊരു ചോദ്യമാണ് ഇന്ന് നമ്മുടെ പ്രശ്നോത്തരിയിൽ ഉള്ളത്. ചോദ്യം ഇതാണ്: കൊട്ടാരത്തിൽ നിന്ന്, അയോധ്യയിൽ നിന്ന് വനത്തിലേക്ക് പോകുന്ന വേളയിൽ വിശ്വാമിത്ര മഹർഷി ആ കുട്ടികൾ ശ്രീരാമചന്ദ്രദേവനും ലക്ഷ്മണസ്വാമിയും, അവർക്ക് ഇരുവർക്കും